പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലസ്തീനിലെ റാമല്ല എന്ന് പറയുന്ന സ്ഥലത്ത് അഥവാ അംബാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാരകമായ പ്ലേഗ് രോഗമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിരുന്നു. അത് അന്ത്യനാളിൻ്റെ ഒരു അടയാളമായിക്കൊണ്ട് പ്രവാചകൻ പ്രവചിച്ചതാണ്. അതിൽ ഒരുപാട് മുസ്ലിമീങ്ങളായ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇത് ഫലസ്തീനിൽ നിന്ന് ഏകദേശം ഒരു 6 മൈൽ ദൂരത്തുള്ള സ്ഥലമാണ് ഈ അംബാസ് എന്ന് പറയുന്ന സ്ഥലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആദിസിത്തൻ ബൈദ സഅ. ഇത് പ്രവാചകൻ പറഞ്ഞു, സുമ്മ മൗതാനി, കൂട്ടമായ മരണങ്ങളുണ്ടാകും. യഖുദു ഫീക്കും കഖുആസിൽ ഗനം, അതായത് ആടുകൾ കൂട്ടമായി രോഗം വന്ന ആടുകൾ കൂട്ടമായി ചത്തൊടുങ്ങുന്ന പോലെ മനുഷ്യന്മാർ ചത്തൊടുങ്ങുന്ന അല്ലെങ്കിൽ മനുഷ്യന്മാർ മരിച്ചു പോകുന്ന ഒരു അസുഖമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഹിജ്റ 18 സംഭവിച്ചു. ഹിജ്റ 18 ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ്. 25,000-ലധികം മുസ്ലിമീങ്ങളെന്ന് മരണപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 25,000 മുസ്ലിമീങ്ങൾ. അബൂ ഉബൈദത്തുൽ ജറാഹ് അടക്കമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ബൈത്തുൽ മഖ്ദിസ് പിടിച്ച അബൂ ഉബൈദത്തുൽ ജറാഹ് അടക്കമുള്ള ഈ മുസ്ലിം ഉമ്മത്തിൽ അമീനു ഹാദിൽ ഉമ്മത്തടക്കമുള്ള ആളുകൾ ആ പ്ലേഗ് രോഗത്തിൽ മരിച്ചു. അതിൽ മരിച്ചവരിൽ ഏകദേശം 30ഓളം ബദരീങ്ങൾ ഉണ്ടായിരുന്നു. ബദറിൽ പങ്കെടുത്ത 30-ലധികം സഹാബിമാർ പ്ലേഗ് രോഗം വന്നിട്ട് മരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ബദർ ബൈത്തിൽ എന്താ ചെല്ലുന്ന അറിയോ? നമ്മുടെ നാട്ടിൽ ബദർ ബൈത്തിൽ ആൾക്കാരുണ്ട്. ഇപ്പം ഇതാ നാളെ മറ്റന്നാൾ വന്ന ബദരീങ്ങളാണ്ടും ഇതൊക്കെ വരാണ്ട്. അപ്പം ഇനി ബദർ ജയത്ത് ചെല്ലും. അതായത് പ്ലേഗ് രോഗം വരാതിരിക്കാൻ ബദർ ജയത്ത് ചെല്ലാൻ മതി എന്നാ. അങ്ങനെയുണ്ട്. ഈ ബദറിൽ പങ്കെടുത്ത 30 സഹാബിമാർ മരിച്ചെങ്ങനെ? പ്ലേഗ് രോഗം വന്നിട്ടാണ്. ബദറിൽ പങ്കെടുത്ത 30 സഹാബിമാർ മരിച്ചത് പ്ലേഗ് രോഗം വന്നിട്ടാണ്. അള്ളാന്റെ തീരുമാനമാണ്. പക്ഷെ ആ പ്ലേഗ് രോഗം വരാതിരിക്കാൻ ഈ ബദരീങ്ങളെ കൊണ്ട് തവസ്സുലാക്കലും ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കലാണ് നമ്മുടെ ഖൗമ് ചെയ്യണം. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു.